ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തന്നെ മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ എന്നുള്ള വേർഡ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വേർഡാണല്ലേ. നമ്മുടെ ലൈഫിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നൊരു വേർഡാണ്. മോട്ടിവേഷനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാ തലങ്ങളും ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് മോട്ടിവേഷൻ ആവശ്യമാണ് എന്നുള്ളത് നോക്കാം. മോട്ടിവേഷൻ ഏതൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മുടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വലുതാണെന്ന് തോന്നുമ്പോഴും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ. എത്ര ലോങ് ആണെങ്കിലും നമുക്കതിൽ എഫേർട്ട് ഇടാൻ കഴിയും. നമ്മുടെ മുൻപിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നമ്മൾ മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് അല്ലേ, അതൊക്കെയും ഓരോ സ്റ്റെപ്സായി കണ്ടുകൊണ്ട് നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഡിസിപ്ലിൻ ഈസി ആയിരിക്കും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലേ. നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം അതിന് ഒരു ജീവൻ നൽകുന്ന തന്നെ മോട്ടിവേഷനാണല്ലേ. നമുക്ക് മോട്ടിവേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ കഴിയില്ല. മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് നമ്മൾ അതേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അതേ ശീലങ്ങളുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും അല്ലേ. മോട്ടിവേഷൻ നമ്മുടെ ഫോക്കസ് ഷാർപ്പൻ ചെയ്യും. നമ്മുടെ വർക്കിൽ നമുക്ക് സന്തോഷം തോന്നും അല്ലേ, നല്ലൊരു സമാധാനം തോന്നും. അതുപോലെ തന്നെ നമ്മുടെ സക്സസ് നമുക്ക് ഈസി ആയിട്ട് തോന്നും. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കൊരു ഫ്യൂവലാണ് മോട്ടിവേഷൻ. നമ്മുടെ മുൻപിൽ വരുന്ന ചലഞ്ചസ് ഒക്കെയും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ സ്കാരി ആയിരിക്കും, ഭയങ്കര പേടിയാണ് നമുക്ക് തോന്നുക. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എക്സൈറ്റിംഗ് ആയിരിക്കും, നമുക്ക് വല്ലാത്തൊരു ധൈര്യമായിരിക്കും, നമുക്ക് എല്ലാം ഒരു ഇൻസ്പയറിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നുക. ഒന്നും നമുക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുകയില്ല. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ മലയായിട്ട് ഫീൽ ചെയ്യും. സ്വപ്നങ്ങളോട് മടുപ്പ് തോന്നാനായിട്ട് തുടങ്ങും. കോൺഫിഡൻസ് മെല്ലെ അങ്ങ് അസ്തമിക്കാൻ തുടങ്ങും അല്ലേ. അതങ്ങനെ ഫെയ്ഡായിട്ട് പോകും. ചെറുതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയായിട്ട് മാറും. വലുതിലേക്ക് പോകാൻ നമുക്ക് എന്തായിരിക്കും, പേടിയായിരിക്കും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ. മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളുടെ ലൈഫ് എങ്ങനെയായിരിക്കും? മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളുടെ ലൈഫ് എല്ലാം നീട്ടിവെക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എല്ലാ ആക്ഷൻസും നീട്ടിവെക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഒരു ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മീനിങ്ലെസ് ആയിട്ടാണ് തോന്നുക. അതിപ്പോൾ ചെയ്തിട്ട് എന്തിനാ എന്നുള്ള തോന്നലാണ് വരിക. എല്ലാ ടാസ്കും ഹെവി ആയിട്ടാണ് തോന്നുക, എന്തും ഹെവി ആയിട്ടാണ് തോന്നുക. നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല, വല്ലാതെ ഡ്രെയിൻഡായിട്ട് ഫീൽ ചെയ്യും. ചലഞ്ചസ്, നമ്മുടെ ലൈഫിൽ വരുന്ന ചലഞ്ചസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിനെ പേടിച്ച് നമ്മൾ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാവും. നമ്മളെ സംശയിക്കാൻ തുടങ്ങും. നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റക്കായ അവസ്ഥയായിട്ട് മാറും. നമ്മുടെ പാഷനായിട്ട് നമ്മളൊരു സമയത്ത് കണ്ട കാര്യമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ചിന്ത കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂടുതൽ അങ്ങ് ഒതുങ്ങാൻ വേണ്ടി തുടങ്ങും. ഓപ്പർച്യൂണിറ്റീസ് കണ്ടാലും കാണാത്ത പോലെ നടക്കും. നമ്മുടെ സെൽഫ് വർത്ത് ഇല്ലാതാവും അല്ലേ. അതുകൂടാതെ റിഗ്രറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മൊത്തത്തിൽ ഓഫായ ഒരു അവസ്ഥയായിരിക്കും മോട്ടിവേഷൻ നമുക്കില്ല എന്നാണെങ്കിൽ. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ഇനിയിപ്പോൾ എന്തറിഞ്ഞാൽ മതി? ഈ മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സയൻസ് ബിഹൈൻഡ് മോട്ടിവേഷൻ ഒന്ന് നോക്കിയാലോ. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്കാവുന്നത്? നമുക്കിതൊക്കെ അറിയാം, ഈ പ്രശ്നമൊക്കെ ഉണ്ട്. ഓക്കെ, മോട്ടിവേഷനാണ് കിട്ടാത്തത്. ഈ മോട്ടിവേഷൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് ഡോപ്പമിനാണ്. ഡോപ്പമിനാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രസ്സൊക്കെയും റിവാർഡിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വാവ്, ഒന്നുകൂടി ചെയ്യണം, അല്ലെങ്കിൽ ഈ കാര്യം ഇനിയും ചെയ്യണം, അല്ലെങ്കിൽ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത്ര എത്തി, ഇനി ബാക്കി ചെയ്യണം. ഈ ഒരു തോന്നൽ നമുക്ക് തരുന്ന തന്നെ ഡോപ്പമിനാണ്. ആ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിൽ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നത്. മറ്റൊന്ന് സെറോട്ടോണിനാണ്. അതാണ് നമ്മുടെ മൂഡ് ബൂസ്റ്റാക്കുന്നത്. നമ്മുടെ എഫേർട്ട് ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഓരോന്നിലും ഒരുപാട് എഫേർട്ട് നമുക്ക് കിട്ടണം അല്ലേ. സെറോട്ടോണിൻ കുറവാണെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ സെറോട്ടോണിൻ കുറവാണെങ്കിൽ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റൊന്നാണ് എൻഡോർഫിൻ. എൻഡോർഫിനാണ് നമ്മുടെ പെയിൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ കുറക്കാനായിട്ട് സഹായിക്കുന്നത്.
നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ കുറേ എഫേർട്ടൊക്കെ ഇടുമ്പോൾ നമുക്കതിൽ സ്ട്രെസ്സ് തോന്നാം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തോന്നാം. അതൊക്കെയും കുറച്ച് തരുന്നത് എൻഡോർഫിനാണ്. ഇനി ഇതൊക്കെ റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. വലിയ വലിയ കാര്യത്തിലേക്ക് പോകണ്ട. നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ചാൽ മതി. ഒന്ന്, മോട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ വിൻസിലൂടെയാണ്. അത് എപ്പോഴും മൈൻഡിൽ വെക്കുക. ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ മോട്ടിവേഷൻ ആക്റ്റീവ് ആക്കുന്നത്. അറിയാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് വലിയ വലിയ കാര്യമാണ്, അത് മനസ്സിലാക്കുന്നുണ്ട്, ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര അച്ചീവ് ചെയ്യാനുണ്ടെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്സ് മാത്രം ആദ്യം ഗോളായിട്ട് സെറ്റ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിൽ അതിൻ്റേതായിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ഓണായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക. ചെറിയ ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക. അതിൽ നല്ല പ്ലാനിങ് തയ്യാറാക്കുക, നല്ലൊരു സിസ്റ്റം തയ്യാറാക്കുക. നിങ്ങൾക്കൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ചെറിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി അതിലേക്കുള്ളൊരു സന്തോഷമൊക്കെ കിട്ടാനായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അതായത് ആ ഒരു ചെറിയ ഗോൾ അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു റീഡർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ റീഡർ അല്ല. പുസ്തകം വായിക്കുന്നതിനോടിപ്പോൾ ഒരു മോട്ടിവേഷനും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 ലൈന് സമാധാനത്തിൽ ഒരിടത്ത് ഇരുന്നിട്ട് നല്ല പുതപ്പൊക്കെ കാലിനൊക്കെ ഇട്ട് നിങ്ങൾ വായിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ഒരു 3 ലൈൻ വായിക്കുന്നത്, അത് വിഷ്വലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സമാധാനം അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു ഫീലിംഗ് വരും. അല്ലെങ്കിൽ നിങ്ങളത് കുറച്ചുകൂടി ഇരുന്നൊന്ന് വിഷ്വലൈസ് ചെയ്താൽ ചെറിയൊരു ഡോപ്പമിൻ ഹിറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. നിങ്ങൾക്ക് എന്തോ കിട്ടിയതായിട്ടുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ഒന്നും വായിക്കാതെ മാറ്റിവെച്ച ഒരാൾ ഒരു 3 ലൈൻ പുസ്തകം വായിച്ചാൽ തന്നെ അത് ഗ്രോത്താണ് അല്ലേ? അതൊരു അച്ചീവ്മെൻ്റാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മളെ ശരിക്ക് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ന്യൂറൽ പാത്വേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ ആക്ഷൻസ് ഡെയിലി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും കൂടി ഒരേ കാര്യം ഡെയിലി ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലുള്ള കുഞ്ഞു മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. സെൽഫ് ടോക്ക് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫാബുലസ് ലൈഫിൽ പറയുന്നൊരു കാര്യമല്ലേ സെൽഫ് ടോക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് പറയുന്ന വാക്കുകൾ ഒന്ന് നല്ലതാക്കി മാറ്റുക. എപ്പോഴും ഫുള്ള് പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്നല്ല, നിങ്ങൾ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ തോന്നുന്നില്ലെങ്കിലും നെഗറ്റീവായിട്ടൊന്നും പറയാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കൂട്ടുക. ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ തടി കുറക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്നൊരു സംഗതിയല്ല. നമ്മുടെ ബ്രെയിനിൽ നല്ല കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാണ്. ഉറക്കം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങിയാലാണോ റെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും മണിക്കൂർ ഉറങ്ങുക. എനിക്ക് 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമാണ് ഇപ്പോൾ വെൽ റെസ്റ്റഡായിട്ട് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു റെസ്റ്റ് ഫീൽ ചെയ്യുന്നത് 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 8 മണിക്കൂർ തന്നെ എനിക്ക് ഉറങ്ങണം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചിലർക്ക് 4 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 5 മണിക്കൂറായിരിക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉറക്കം വേണമെന്ന് തോന്നിയിട്ടുള്ളത് അത്രയും ഉറങ്ങാനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഒരേപോലെ ചെയ്തു പോകുന്ന ശീലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ശീലങ്ങൾ ലിസ്റ്റാക്കിയിട്ട് അത് എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ടിക്കിട്ട് വെക്കുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ് കൊടുക്കുക. കൂടുതലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നല്ലതുണ്ടോ അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയാൻ മാത്രമായിട്ടുണ്ടോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടും. കോർട്ടിസോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ലതുണ്ടായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ താടി മീശയൊക്കെ മുളക്കുന്ന അവസ്ഥയും വരും. അതായത് ബോഡിയിൽ വല്ലാത്ത മാറ്റമായിരിക്കും. അതും അറിഞ്ഞ ആളാണ് ഞാൻ.
സ്ട്രെസ് ലെവൽ എങ്ങനെയാണ് കൂടുന്നത്, മേ ബി എനിക്ക് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോയത്. ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ, എനിക്കറിയാം സ്ട്രെസ് ഹോർമോണാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട്. കാരണം ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയ സമയത്ത് ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണ്, പക്ഷേ എന്തോ ഒന്ന് കൂടുതലാണ് എന്നുള്ളത് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കോർട്ടിസോൾ ആയിരിക്കണം എന്നുള്ളത് ഞാൻ ഊഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെയും കുറയുന്നുണ്ടായിരുന്നില്ല. ആകെ ജിമ്മിന് പോയ സമയത്താണ് എനിക്ക് എൻ്റെ സെൽഫായിട്ട് ഫീൽ ചെയ്തത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ജിമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ സെൽഫിനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഉറക്കം, ഭക്ഷണം, ഇങ്ങനെ ഓരോന്നും ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ബാക്ക് ടു നോർമലായത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, ഞാൻ എത്രയോ ബ്രേക്ക് എടുത്തു, ലോങ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാതെ മാറി നിന്നു. ഞാൻ പല അവസ്ഥകളിലൂടെ കടന്നു പോവുമായിരുന്നു. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ബ്ലോക്ക് ആവും. നിങ്ങൾക്ക് നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും സന്തോഷം തോന്നില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ആ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് കിടന്ന് പെടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആ അവസ്ഥയിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാട് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മുടെ മോട്ടിവേഷനേക്കാളും അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും വെളിച്ചം കെടുത്തുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാറ്റിനും വെളിച്ചം ഉണ്ടാക്കിത്തരുന്ന ഒന്നാണ് ഈ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ചുറ്റും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ, എന്ത് കാര്യവും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള ഗോള് എന്താണെങ്കിലും അത് ചെറിയ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുക. അത് അച്ചീവ് ചെയ്യുമ്പോൾ അതൊന്ന് ഓർമ്മിക്കാനായിട്ട് നിങ്ങളൊരു ടൈം കൊടുക്കുക. വാവ്, ഇന്ന് ഞാൻ അരമണിക്കൂർ നേരത്തെ എൻ്റെ ജോലികൾ തീർത്തു, അല്ലെങ്കിൽ ഞാനിന്ന് എൻ്റെ ഫാമിലി ആയിട്ട് ഇത്ര സമയം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാനിന്ന് പ്ലാൻ ചെയ്തു. അതൊക്കെയും വലിയ കാര്യമായിട്ട് നിങ്ങളൊന്ന് ഒരു 3 മിനിറ്റെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ഓർക്കുക. ഇത് നിങ്ങളുടെ ഡോപ്പമിൻ കൂട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് കുറക്കാൻ സഹായിക്കും. നിങ്ങൾ ഏതവസ്ഥയിലാണെന്നറിയില്ല. ഇതിലിപ്പോൾ 100 ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ 100 ആളും 100 ലെവലിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അല്ലേ? അതുകൊണ്ടാണ് പല ലെവലിൽ പറയുന്നത്. ഇതിലേത് വഴി നിങ്ങൾ സ്വീകരിച്ചാലും അല്ലെങ്കിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലിൽ എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് മോട്ടിവേഷൻ്റെ സയൻസ് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. നോർമൽ മോട്ടിവേഷനേക്കാളും അതിൻ്റെ സയൻസ് ഇതാണ്. നമ്മൾ ഇന്നിന്ന പോലെ ചെയ്യുമ്പോൾ ഇന്നിന്ന പോലെ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി, അത് നമ്മുടെ വീട്ടിലെ വർക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ബോഡി അറിയുന്ന രീതിയിൽ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവ് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും. നമ്മുടെ മോട്ടിവേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഞാനിവിടെ ചോദിക്കാം. ഒന്ന്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? വൈ? നിങ്ങൾ പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ മാറ്റം കൊണ്ടുവന്നു, അതല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തു. എന്തിനാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ പല കാര്യങ്ങളും പകുതിക്കിരിക്കുന്നുണ്ടാവാം. എന്തിനാണ് ഫസ്റ്റ് പ്ലേസിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ വേണ്ട കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? ഒന്ന് സ്വന്തത്തോട് ചോദിച്ച് നോക്കുക, മറുപടി ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. ഇന്ന് നിങ്ങളുടെ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന സ്മോൾ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, ആർക്കൊക്കെ നല്ലതാണ് നിങ്ങൾ സക്സസ് ആയാൽ? ഞാൻ സക്സസ് ആയാൽ എൻ്റെ ഉമ്മാക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാവിയിൽ എൻ്റെ ഭാവിയായിട്ടുള്ള എൻ്റെ മക്കൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ എൻ്റെ കസിൻസിന് അതൊരു മോട്ടിവേഷനാണ്. അവരുടെ കസിൻ ഇന്ന പോലെ ചെയ്യുന്നു എന്നുള്ളത് അതൊക്കെയും ബെനിഫിറ്റ്സ് ആണ്, അല്ലേ? നമ്മുടെ സക്സസ് ആർക്കൊക്കെ ബെനിഫിറ്റ് ആവും? എൻ്റെ അനിയത്തിക്ക് 2 ചെറിയ കുട്ടികളുണ്ട്, ഗേൾ ബേബീസാണ്. അവർ എന്നിലേക്ക് നോക്കുന്നുണ്ട്, അവരുടെ ഉമ്മിത്താത്തയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ സക്സസ് ആവുമ്പോൾ അവർക്കതൊരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ അവർ നാളെ എൻ്റെ പേര് പറയും. ഇതുപോലെ നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കാം കേട്ടോ. എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പോയിൻറ്റ്സ് ഇപ്പോൾ മനസ്സിലേക്ക് വന്നു. ഇൻഷാ അല്ലാ, ഗോഡ് വില്ലിങ്, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഇതുപോലൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? ആ പേടിക്കുന്ന കാര്യം റിയൽ ആണോ, അതോ നിങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണോ?
നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഏതുപോലൊരു സ്റ്റോറി പറയണം എന്നാണ് ആഗ്രഹമുള്ളത്? നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് ഏതുപോലൊരു സ്റ്റോറി പറയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതൊരു സക്സസ്സാണ് നിങ്ങൾക്കിപ്പോഴും വലിയൊരു സക്സസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ്? നിങ്ങളുടെ ശക്തി എന്തൊക്കെയാണ്? ഇപ്പോൾ ഉള്ള നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഗോൾസൊക്കെ ഷെയർ ചെയ്ത് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങളുടെ ഗോൾസ് നേടിയെടുക്കാനായിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? നിങ്ങൾ സക്സസ്ഫുൾ ആയാൽ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഏതുപോലെ ആയിരിക്കും? നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? അവരെക്കുറിച്ചൊന്ന് എഴുതി നോക്കുക. അവർക്കൊരു ലെറ്റർ എഴുതുക. അതായത് എത്രത്തോളം ഇൻസ്പയറിംഗ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് മാറി എന്നൊക്കെ ഉള്ളതൊന്ന് ലെറ്ററായിട്ടൊന്ന് എഴുതുക. ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലും നിങ്ങളുടെ മോട്ടിവേഷനൊന്ന് കുറയുമ്പോൾ ഈ ഒരു ലെറ്ററൊക്കെ എടുത്ത് വായിക്കുമ്പോൾ, അതായത് നിങ്ങളെ ഇപ്പോൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെങ്കിലും അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു യൂട്യൂബർ ആയിരിക്കാം, ഒരു വ്ളോഗർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോഗ്, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോഗായിരിക്കാം, ഒരു പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഒരു സിസ്റ്റർ ആയിരിക്കാം, കസിനായിരിക്കാം, ആരാണെങ്കിലും അവർക്കൊരു ലെറ്റർ എഴുതുക. അത് പിന്നീട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്ത് വായിക്കുമ്പോൾ തിരിച്ച് അതേ ഫീലിങ്ങിലേക്ക് തിരിച്ചെത്താൻ കഴിയും. ഇതിനു മുൻപ് നിങ്ങൾ നേരിട്ടിട്ടുള്ള സെറ്റ് ബാക്ക്സ് അതൊന്ന് എഴുതുക. ഇതുവരെ നിങ്ങൾ എവിടെയൊക്കെ സ്റ്റക്കായി നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെയിലായിന്ന് തോന്നിട്ട് നിങ്ങൾ പിടിച്ച് കയറിയ സിറ്റുവേഷനൊക്കെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ചിട്ട് കയറി വന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ച് കയറിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് നിങ്ങൾക്ക് എഴുതി നോക്കാം, ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം. അടുത്ത കുഞ്ഞു സ്റ്റെപ്പ് എന്താണ്? എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതുകൂടി എഴുതുക. ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് ലിസ്റ്റാക്കി തരാം. ഒന്ന്, നിങ്ങളുടെ വൈ, അതായത് എന്തിനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഇടയ്ക്ക് സ്വന്തത്തോട് ചോദിക്കുക. എന്തിനാണ് നിങ്ങളിതൊക്കെയും സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതെങ്കിലും അതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് എന്താണ്? അതുപോലെ ആ ഒരു റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെങ്കിലും, ഈവൻ നിങ്ങളുടെ വീട് വൃത്തിയാക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ കബോർഡൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകങ്ങൾ ആകെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, എൻ്റെ ബുക്ക് ഷെൽഫ് നീറ്റാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അതൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് ഒന്ന് ബുക്ക് ഷെൽഫിൻ്റെ അടുത്തേക്ക് പോയി നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ക്ലീനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള ആൾക്കാരുടെ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാൻ നോക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഏതുപോലെ മുന്നോട്ട് പോകണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സ്വന്തത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. നമ്മുടെ സമയമൊന്നും വെറുതെ കളയാനുള്ളതല്ല അല്ലേ? അപ്പോൾ ഒന്ന്, വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് എല്ലാ വിധത്തിലും അതിൽ നല്ലൊരു ഫോക്കസ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ 2 മിനിറ്റ് റൂൾ അല്ലെങ്കിൽ 5 മിനിറ്റ് റൂള് ഫോളോ ചെയ്യുക. ഏത് ടാസ്കും ഞാൻ 2 മിനിറ്റ് ഹെയർ കോംബ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് കുളിക്കും, ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള റൂൾസ് ഫോളോ ചെയ്യാം. ചെറിയ ചെറിയ വിൻസ് ആണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 മിനിറ്റ് ആണെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റും നല്ല ആൾക്കാരെ തന്നെ സറൗണ്ട് ചെയ്യാനായിട്ട് നോക്കുക. നല്ല നല്ല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളെ ഉയർത്തുന്ന കോണ്ടൻറ്റ് മാത്രം കേൾക്കാനും കാണാനും ശ്രമിക്കുക. നിങ്ങളെ താഴ്ത്തുന്നത് പരമാവധി ഒഴിവാക്കുക. താഴ്ത്തുന്ന കോണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ? നിങ്ങളെ ഡൗൺ ആക്കുന്ന കോണ്ടൻറ്റ് പരമാവധി ഒഴിവാക്കുക. അതുപോലെ നിങ്ങളുടെ പ്രോഗ്രസ് വിഷ്വലി ട്രാക്ക് ചെയ്യുക. അതായത് കോളമൊക്കെ വരച്ച് ടിക്കിടുന്നതോ അല്ലെങ്കിൽ എഴുതുന്നതോ ശീലമാക്കി മാറ്റുക. ഒരു സമയത്ത് ഒരു ടാസ്കിൽ മാത്രം ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റിലുള്ള വിക്ടറി, പാസ്റ്റിലുള്ള വിജയം എപ്പോഴും സ്വന്തത്തെ ഓർമ്മിപ്പിക്കുക.
അതുപോലെ ഒരുപാട് കോണ്ടൻറ്റും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കേട്ടിരിക്കുന്നതിന് പകരം ഇനി വേണ്ടത് ആക്ഷനാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സ്വന്തത്തെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ആക്ഷനാണ് വേണ്ടത് അല്ലേ? എന്തൊക്കെ കേട്ടാലും കണ്ടാലും ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്താലേ ലൈഫിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം, കാണാം, പക്ഷേ അതിനിടയിലും ആക്ഷൻസ് എടുക്കുന്നത് ശീലമാക്കി മാറ്റുക. അതുപോലെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക. നമ്മുടെ ഡിസ്ട്രാക്ഷൻ മൊബൈലാണെങ്കിൽ മൊബൈൽ 5 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഫുള്ളായിട്ട് മാറ്റി വെക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും അത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി പരമാവധി മൈൻഡ്ഫുള്ളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ കിട്ടുമെങ്കിൽ അവരോട് ഷെയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാം അല്ലേ? ഒരുപാട് പേര് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഫ്രീ ഗ്രൂപ്പും ഉണ്ട് കേട്ടോ. ഫ്രീ ഗ്രൂപ്പും ഉണ്ട്, പെയ്ഡ് ഗ്രൂപ്പും ഉണ്ട്. രണ്ടിലും ജോയിൻ ചെയ്ത് നല്ല മാറ്റങ്ങൾ ഒരുപാട് പേര് തീർച്ചയായും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വായിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ കഥകൾ കേൾക്കുന്നത് ശീലമാക്കി മാറ്റുക. എപ്പോഴും കേൾക്കൽ മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ സ്റ്റെപ്സ് ആ സമയത്തും നമ്മൾ വെക്കണം. ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കണം. ഈവൻ അതൊരു മുടിവാരലാണെങ്കിലും, മുടി ഒന്ന് കോതി ഒതുക്കലാണെങ്കിലും, അല്ലെങ്കിൽ മുഖം ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകലാണെങ്കിലും അതൊക്കെയും സ്റ്റെപ്സാണ്. നമുക്കെപ്പോഴും റെഡി ആയിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ? റെഡി ആയിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല കേട്ടോ. എത്രയോ പേര് ഡൗൺ ആയിരിക്കുന്നുണ്ടാവും അല്ലേ? പല വിഷമങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാതെ ഒരുപാട് പേരിപ്പോഴും നമുക്കറിയാവുന്ന ആ ഒരു കുഴിയിൽ ഇരിക്കുന്നുണ്ടാവും. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാം. ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് തീർച്ചയായും മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്താനായിട്ട് സഹായമാവും അല്ലേ? നമ്മുടെ ചാനലിൽ നമ്മൾ ആഡോ കാര്യങ്ങളോ ഒന്നും വെക്കാത്തത് തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ സഹായം എന്ന് പറയുന്നത് ഇങ്ങനെ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ ഇതുപോലുള്ള ലോങ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടോ ആ വിഷയങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതുവരെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും വളരെ ഉപകാരമുള്ള കാര്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.